ശത്രുക്കളുടെ അന്തർവാഹിനികളെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചവൻ ഒടുവിൽ സ്വയം ഒരു അന്തർവാഹിനിയായി കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിത്താഴുന്നു. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാമെങ്കിലും അമേരിക്കൻ നാവികസേനയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഒറ്റയടിക്ക് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് $240 മില്യൺ, അതായത് ഏകദേശം 2000 കോടി രൂപ വിലമതിക്കുന്ന അത്യാധുനിക ഡ്രോണാണ്. അക്ഷരാർത്ഥത്തിൽ അമേരിക്കയിലെ നികുതിദായകരുടെ പണം വെള്ളത്തിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഹോർമൂസ് കടലിടുക്കിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന അമേരിക്കയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഡ്രോണുകളിൽ ഒന്ന് കടലിൽ തകർന്നു വീണത് ഇപ്പോൾ സൈനിക ലോകത്ത് വലിയ കൊടുങ്കാറ്റ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലാണ് നാവികസേനയുടെ അഭിമാനമായിട്ടുള്ള MQ-4C ട്രൈറ്റൺ ഡ്രോൺ തകർന്നതായി അമേരിക്കൻ സേന തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 9-നാണ് ഈ സംഭവം നടന്നതെന്ന് നാവിക സുരക്ഷാ കമാൻഡിന്റെ ഏറ്റവും പുതിയ ഏവിയേഷൻ മിസ്ഹാപ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റകൾ പരിശോധിച്ചാൽ പേർഷ്യൻ ഗൾഫിന് സമീപം പറക്കുന്നതിനിടയിൽ ഈ ഡ്രോൺ പെട്ടെന്ന് റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. സിഗ്നലുകൾ നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഡ്രോൺ അതിവേഗം താഴേക്ക് പതിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വാർത്തയിലെ ഏറ്റവും ദുരൂഹമായിട്ടുള്ള കാര്യം, ഈ അപകടം നടന്ന കൃത്യമായിട്ടുള്ള സ്ഥലം അമേരിക്കൻ നാവികസേന ഇപ്പോഴും രഹസ്യമാക്കി വച്ചിരിക്കുന്നു എന്നതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച നിരീക്ഷണ സംവിധാനത്തിന് എങ്ങനെ ഈ ഒരു ഗതി വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡ്രോണിന്റെ ശേഷി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നോർത്ത്രോപ്പ് ഗ്രമ്മൻ കമ്പനി നിർമ്മിച്ച ഈ ഭീമൻ ആളില്ലാ വിമാനത്തിന് 50,000 അടിക്ക് മുകളിൽ തുടർച്ചയായി 24 മണിക്കൂറിലേറെ പറക്കാൻ കഴിയും. സമുദ്ര മേഖലകളിൽ ദീർഘകാല നിരീക്ഷണം നടത്താനും ബോയിങ് P-8 പൊസൈഡോൺ വിമാനങ്ങൾക്കൊപ്പം ചേർന്ന് അന്തർവാഹിനികളെ കണ്ടെത്താനുമാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഹോർമൂസ് കടലെടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പോയിന്റുകൾ നിരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക റോൾ. ഈ യുദ്ധത്തിൽ അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ ഒന്നായി ഈ സംഭവം മാറിയത് ഈ ഡ്രോണിന്റെ ഉയർന്ന സാങ്കേതിക വിദ്യയും പ്രാധാന്യവും കൊണ്ടാണ്. ഈ ഒരു സംഭവത്തോടെ വളരെ നിർണായകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഹോർമൂസ് കടലെടുക്ക് അമേരിക്കയുടെ പേടി സ്വപ്നമായി മാറുന്നുണ്ടോ? തങ്ങളുടെ വിലപിടിപ്പുള്ള ഡ്രോൺ തകർന്നു വീണതിന്റെ യഥാർത്ഥ വിവരങ്ങൾ അമേരിക്കൻ നാവികസേന മറച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഓൺലൈൻ ലോകത്ത് ശക്തമായിട്ടുള്ളൊരു വാദമുണ്ട്. അമേരിക്കയുടെ ഏറ്റവും മികച്ച ഡ്രോൺ തകർന്നതിന് പിന്നിൽ ഇറാനാണോ? അതാണ് ആ ചോദ്യം. റഡാറുകളിൽ നിന്നും ഡ്രോൺ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും അതിവേഗം താഴേക്ക് പതിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു പിന്നിൽ അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ സിഗ്നലുകൾ ജാം ചെയ്ത് അവരെ നിഷ്പ്രഭമാക്കിയത് ഇറാനാണോ? അല്ലെങ്കിൽ ഇറാന് വേണ്ടി അത് മറ്റാരെങ്കിലും ചെയ്തതാണോ? എങ്കിൽ ഇത് ആര്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇത്തരമൊരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് റഷ്യയോ ചൈനയോ ഇതുവരെ വരാത്തതിനാൽ ഇന്റർനെറ്റ് ചർച്ചകളിൽ ഇത് ഇറാന്റെ പണി തന്നെയാണ് എന്ന് പരക്കിയ ഒരു സംസാരമുണ്ട്. ഈ ഡ്രോൺ നഷ്ടപ്പെട്ടതിന്റെ കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങൾ അമേരിക്കൻ സൈന്യം ഔദ്യോഗികമായി വെളിപ്പെടുത്താത്തത് ഈ സംശയങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുകയാണ്. നികുതിദായകരുടെ $240 മില്യൺ ഒറ്റയടിക്ക് ഇല്ലാതായത് അമേരിക്കൻ പ്രതിരോധ ബജറ്റിനേറ്റ വലിയൊരു പ്രഹരം തന്നെയാണ്. ചുരുക്കത്തിൽ ഈ വീഴ്ച പശ്ചിമേഷ്യയിൽ ആരുടെ കരുത്തിനെ കാണിക്കുന്നു എന്ന ചോദ്യത്തിനേക്കാൾ ഉപരി ആരും നമ്മൾ വിചാരിച്ചതുപോലെ കരുത്തരല്ല എന്നാണ് തെളിയിക്കുന്നത്. അമേരിക്കയുടെ സാങ്കേതിക തെളിവിന് മേൽ ഇറാൻ നേടിയ മേൽക്കൈ ആണോ ഇതെന്ന് ഈ നിമിഷം ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം അതിനുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ല. എന്തായാലും തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ പോലും പശ്ചിമേഷ്യയിൽ പൂർണ്ണമായും സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് അമേരിക്കൻ സൈന്യത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ശത്രുക്കൾക്ക് മേൽ കഴുകനെ പോലെ വട്ടമിട്ട് പറന്നിരുന്ന ഡ്രോൺ ഇപ്പോൾ ഹോർമൂസിലെ ആഴങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഈ വീഴ്ചയ്ക്ക് പിന്നിലെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ അമേരിക്കൻ ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള പെന്റഗൺ എന്ന് തയ്യാറാകുമെന്ന് കാത്തിരുന്ന് കാണണം. അതുവരെ ഈ ചോദ്യങ്ങൾ വെള്ളത്തിലായ $240 മില്യൺ അവശേഷിക്കും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.